പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കാണാൻ ദയാശീലനായ രാജാവും പത്നിയും ദേശാടനത്തിനിറങ്ങി. ഭിക്ഷയാചിച്ച് കിട്ടുന്നത് മാത്രമായിരുന്നു ഭക്ഷണം. നേരം വൈകിയപ്പോൾ അവർ വനാതിർത്തിയിലെത്തി. അന്ന് കിട്ടിയ ഒരു പിടി അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി. അത് കഴിക്കാനിരുന്നപ്പോൾ ഒരു വയോധികൻ ചോദിച്ചു, വല്ലാത്ത വിശപ്പ്, എന്തെങ്കിലും തരുമോ? രാജാവ് കഞ്ഞിയിൽ പകുതി നൽകി. ബാക്കിയുള്ളത് കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു നായാട്ടുകാരൻ വന്നു. എനിക്കും എൻ്റെ വേട്ടനായ്ക്കൾക്കും കൂടി എന്തെങ്കിലും തരണേ. കുറച്ച് അവർക്കും നൽകി. അപ്പോഴാണ് ഒരു യാചകൻ അവിടേക്ക് വന്നത്. അയാൾക്ക് നൽകിയപ്പോഴേക്കും കഞ്ഞി തീർന്നു. സ്വന്തം വിശപ്പ് മാറിയില്ലെങ്കിലും മറ്റുള്ളവർ വിശപ്പടക്കുന്നത് കണ്ട രാജാവ് പ്രാർത്ഥിച്ചു, ജനഹൃദയങ്ങളിൽ വസിച്ച് അവരുടെ ദുഃഖമകറ്റാൻ എന്നെ നീ സഹായിക്കണമേ. മറ്റുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും നിഷേധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ നൽകുന്ന സ്ഥിരമായ ചില മറുപടികളുമുണ്ട്. അതിൽ ചിലതാണ്, ഇവിടെ ഒന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് എങ്ങനെ ഞാൻ അറിയും? എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ആയതിന് ഞാനാണോ ഉത്തരവാദി? ഇങ്ങനെ വാക്കുകളിൽപ്പെട്ട് സഹായരാകുന്ന ഒരുപാട് അഭ്യർത്ഥികളുണ്ട്. കൊടുക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും എത്ര കൊടുത്താലും തിരിച്ചു കിട്ടാത്തതിന്റെ വേവലാതി അനുഭവിക്കുന്നവരുമാണ് എല്ലാം മുറുകെ പിടിക്കുന്നത്. അവനവന്റെ ആവശ്യമുള്ളതെല്ലാം നേടിയിട്ട് അന്യർക്ക് ഉപകാരം ചെയ്യാൻ ആർക്കും കഴിയില്ല. ആവശ്യങ്ങൾക്ക് അതിരില്ല. ഓരോന്നും സാധിക്കുമ്പോഴും മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും. രാജകന്റെ ആവശ്യങ്ങളും ധനികന്റെ ആവശ്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണ് നേടേണ്ടതെന്ന ചിന്ത എല്ലാവരിലുമുണ്ട്. പക്ഷേ ആകാശം തേടി നടക്കുമ്പോൾ അന്നം തേടി നടക്കുന്നവരെ അവഗണിക്കുന്നതിൽ അഭംഗിയുണ്ട്. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിയാൽ അറിയാം പലവിധ ജീവിതങ്ങൾ. ഓരോരുത്തർക്കും അവനവന്റെ ദിനചര്യകളെക്കുറിച്ച് മാത്രമേ ധാരണയുള്ളൂ. തന്നേക്കാൾ ദൈന്യത അനുഭവിക്കുന്ന മറ്റൊരാളെ കണ്ടെത്തുന്നതുവരെ സ്വന്തം വിഷമങ്ങളായിരിക്കും അവരവർക്ക് വലുത്. സ്വന്തം പരിസരത്തു നിന്ന് പുറത്തിറങ്ങിയാൽ വൈവിധ്യമാർന്ന കാഴ്ചകളിലൂടെ ഒരുപാട് ജീവിത നിയോഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് അന്യൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള വലിയൊരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അതിൽ കൂടി ഉണ്ടാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ഒരു ദിവസം ഒരാളുടെയെങ്കിലും വിശപ്പകറ്റാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം ജീവിതത്തിലുണ്ടാകില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പകറ്റാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യം നടത്തി നോക്കുക. നിങ്ങൾക്ക് ഉയർച്ചയല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കിയാൽ സാധ്യമാവുകയില്ല കേട്ടോ. സങ്കടങ്ങളും പരിഭവങ്ങളും ഇല്ലാത്തവർ ആരാ ഉള്ളത്? എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൺമുമ്പിൽ കാണുന്നവർക്കെങ്കിലും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണ് എങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തോണം. മറ്റുള്ളവരുടെ വിശപ്പടക്കിയതിൻ്റെ പേരിൽ, പാവപ്പെട്ടവനെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരാളും ജീവിതത്തിൽ പരാജയപ്പെട്ടതായിട്ട് കേട്ടുകേൾവി പോലുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും തൽക്കാലം വിടാം. ശുഭദിനം നേരുന്നു.